ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ അന്നുള്ളത്. എൻ്റെ വീട്ടിൽ എൻ്റെ പാപ്പൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ എണീച്ചു. രാവിലെ എണീച്ചതിൻ്റെയൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അച്ഛനും അമ്മയും ഇവിടെ ഇല്ല, അവരെല്ലാവരും അങ്ങോട്ട് പാപ്പൻ്റെ വീട്ടിലേക്ക് പോയിരിക്കും. അവർ രാവിലെ പോയിട്ടുണ്ട്. പിന്നെ ഞാനും അമ്മും അത് മാത്രമേ ഉള്ളൂ. ഏട്ടൻ തലേദിവസം ആക്കി തന്നിട്ട് പോയിട്ടോ. ഏട്ടൻ അവിടെ വീട്ടിൻ്റെ അടുത്ത് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏട്ടൻ പോയി, തലേദിവസം വന്ന് പോയിട്ടോ. പിന്നെ ഞങ്ങളെ വൈകിട്ട് കൂട്ടാൻ വേണ്ടി വരുവേ. അപ്പം പാപ്പൻ്റെ ഇപ്പം നാളൊരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരുന്നല്ലോ, അവൻ്റെ അനിയൻ്റെയാണ് കേട്ടോ, നമ്മളെ മോനിട്ടൻ്റെയാണ്. അപ്പം എനിക്ക് വീണ്ടും ഒരു നാത്തൂൻ വരികയാണ്. ഇപ്പം 2 നാത്തൂന്മാരായിട്ടോ, എന്താ ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് പണി കാര്യങ്ങളൊന്നുമില്ല വീട്ടിൽ. ഇപ്പോൾ എന്തായാലും ഫുഡൊക്കെ ഇനി അവിടെ നിന്നാണല്ലോ. അപ്പോൾ രാവിലത്തെ ദോശ ചൂടലൊക്കെ അമ്മുവാണ് കേട്ടോ, അമ്മു ചുടുന്നുണ്ട്. ഞാൻ പിന്നെ വീട്ടിലായതുകൊണ്ട് ഞാൻ നേരം വൈകി ഞാൻ നീച്ചപ്പോൾ ദോശേൻ്റെ ഇതിൽ ചെയ്യണ്ട. അപ്പോൾ ഞാൻ പിന്നെ വേഗം അടിച്ച് തരലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ആ പണിയൊക്കെ ഉണ്ട് കഴിഞ്ഞല്ലോ. പിന്നെ ഞങ്ങൾക്ക് മാറ്റി റെഡിയായി നിൽക്കുകയും ചെയ്യാം. അമ്മയച്ഛനും വരുമ്പോഴത്തേന് ഞങ്ങൾക്ക് മാറ്റി റെഡി ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പോകാമല്ലോ. അപ്പോൾ തിരുമ്പാളൊക്കെ വാഷിംഗ് മെഷീനിൽ കൊണ്ടിടലൊക്കെയാണ് കേട്ടോ. ഇനി പിന്നെ നേരെ മുറ്റടിച്ച് തരൽ. വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഞാൻ മുറ്റടിച്ച് തരിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ നീച്ചാൽ അതിന് ഫുഡ് കൊടുക്കുക, പിന്നെ ഓനെ കുളിപ്പിക്കുക, മേലേക്കുക, അല്ല എനിക്ക് മേലേക്കുക, അതൊക്കെയാണ് കേട്ടോ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അമ്മ കുളിക്കുക, പിന്നെ ഞങ്ങൾ മാറ്റി റെഡിയായി പോവുക, അത്രയേ ഉള്ളൂ. മുറ്റടിച്ചാൽ നമ്മൾ അവിടുത്തെ വീട്ടിൽ പോലെ ഇല്ല കേട്ടോ. ഇവിടെ മുറ്റടിച്ച് തരൽ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ഉള്ളതാണ്. പിന്നെ മണ്ണായോട് കുഴപ്പമില്ല, ചരൽ പോലെയില്ല. നമ്മൾ അവിടെ ആകുമ്പോൾ ജില്ലയിലുള്ളത് പെറുക്കണ പോലെയാണ്. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എടുത്താൽ മതി. ഇവിടെ തന്നെ അത് പറ്റില്ല. ഇവിടെ നല്ല അടിച്ചു വാരി വൃത്തിയിൽ നിൽക്കും ചെയ്യും. പിന്നെ കുറച്ച് ടാസ്ക്കാണ്. മണ്ണിലൊക്കെ മഴയൊക്കെ പെയ്തിട്ടൊക്കെയുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ മണ്ണിൽ പറ്റിയോടെ നിൽക്കും, നമുക്ക് അടിച്ചു വാരിയാലും കൂടി കിട്ടില്ല. അപ്പം അങ്ങനത്തെ അവസ്ഥയാണ്. ഇവിടെ പൂഴിയാണല്ലോ. അപ്പം പിന്നെ അതൊക്കെ അടിച്ചു വാരി ഒന്ന് സെറ്റാവണം. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോയാൽ മതിയല്ലോ എന്നുള്ളൊരിതാണ്. അങ്ങനെ കുറേ പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഇനിയിപ്പോൾ ഏട്ടൻ വരുമ്പോഴത്തേന് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് റിട്ടേൺ വരും വേണം. ഏട്ടൻ അവിടെ റിസപ്ഷൻ ആവും കേട്ടോ, കല്യാണം കഴിഞ്ഞ് പിന്നെ വൈകിട്ട് റിസപ്ഷൻ. അപ്പോൾ അതിനും പോവണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് അങ്ങനെ പോവാമെന്നുള്ളൊരു പ്ലാനിലാണ്. പിന്നെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേക ഒരു സുഖമാണല്ലോ, എന്തോ ഒരു പ്രത്യേക ഒരു കുളിർമയാണ്. വീട്ടിൽ വന്നാൽ ഇങ്ങനെ കിടന്നുറങ്ങുക, പണിയൊന്നും ചെയ്യേണ്ടിയിരിക്കുക, ഫോൺ കളിച്ചിരിക്കുക, പിള്ളേരങ്ങോട്ട് അമ്മേൻ്റെ കഴിക്കുക അല്ലെങ്കിൽ അച്ഛൻ്റെ കഴിക്കുക അങ്ങോട്ട് ഏൽപ്പിക്കുക, അതൊക്കെ ഒരിതാണല്ലോ. അപ്പം അമ്മൂന് പിന്നെ ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ, സൺഡേ ആയതുകൊണ്ട് അവൾക്ക് ക്ലാസ് ഒന്നുമില്ലായിരുന്നു. ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് ഒരു 26-ാം തീയതിത്തെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യണതെന്ന് പറഞ്ഞാൽ നമ്മളെ നവംബർ 3-ാം തീയതിയാണ്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ ട്രാജഡി കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെയൊക്കെ ഞാൻ വരും വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കാൻ വേണ്ടി എനിക്ക് വായിൽ പുണ്ണുണ്ടായിട്ടായിരുന്നു, ഒരു വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അതാണ് വീഡിയോ നീണ്ടു പോയത്. പിന്നെ നമുക്ക് വേറെ കുറേ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്യൂ അല്ല, നമുക്ക് കുറച്ചൊരിതുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ വഴിയിട്ട് തരാം, എന്താണെന്നുള്ള കാരണമൊക്കെ ഇട്ടുതരാം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ലേറ്റ് ആയത്. ഒക്ടോബർ 26-ാം തീയതി എടുത്ത വീഡിയോ ആണ്. നവംബർ 3-ാം തീയതിയാണ് പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും ക്ഷമിക്കുക. ഇനി നമുക്ക് അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടുവരാം. വായിൽ നല്ല 8ൻ്റെ പണി കിട്ടിയതാണ്. ഒരാഴ്ച ഞാൻ അതിൻ്റെ പിന്നാലെ നടന്ന് വലിയൊരു പുണ്ണൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ടും കുറഞ്ഞില്ല. അപ്പം എൻ്റെ മുറ്റടിച്ചേരൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതിനെ വന്ന് നോക്കിയപ്പോൾ ഓൻ നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഉറങ്ങിക്കോട്ടെ, എന്തായാലും സമയമുണ്ടല്ലോ, സാധാരണത്തിൽ ഉറങ്ങി ഒന്ന് നല്ലപോലെ തെളിഞ്ഞ് എണീച്ചതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു. വെറുതെ അവന് നല്ല എണീച്ച ചിലപ്പം അങ്ങ് പെട്ടെന്നിട്ട് എണീപ്പിച്ച ഭയങ്കര കുറുമ്പൊക്കെ ആയിരിക്കും. ഞാൻ പോയി മേലൊക്കെ കഴുകി സെറ്റായി. ഇവിടെ ഇരുന്നപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ വന്നപ്പോൾ ഓനതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് എണീച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛനോട് ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതുണ്ട് ഇതുണ്ട് എന്നുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അച്ഛൻ നമ്മളെ വാര്യത്ത് അമ്പലത്തെ ഉത്സവമായിട്ടുണ്ട്. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള, നമ്മളെ തറവാട്ടിൻ്റെ അടുത്തുള്ള നമ്മളെ നാട്ടിലുള്ള ഉത്സവം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റേ അച്ഛൻ പിരിവിനൊക്കെ പോകും, ഇങ്ങനെ അമ്പലത്തെ പിരിവുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ പോകണതിൻ്റെ ഉത്സവം എന്നാണ്, നിങ്ങളെ പരിപാടി ഉണ്ടോ, ഡാൻസൊക്കെ കളിക്കണ്ടോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതൊന്നുമില്ല, അതിനുള്ള ടൈമൊന്നുമില്ല, നമുക്ക് പഠിച്ചെടുക്കാനുള്ള ടൈമില്ല, പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ദോശ ഉണ്ടാക്കിയിട്ടുണ്ടാകുമ്പോൾ ചിക്കൻ കറി ചൂടാക്കിയിട്ടുണ്ട്, അതുപോലെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അച്ഛൻ അവിടെ നിന്ന് ചായ കുടിച്ചിട്ടാട്ടോ വന്നത്. അങ്ങനെ ഞങ്ങൾ വേഗം ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ളത് എടുത്ത്
അതിൻ്റെ ഇടയിൽ ആദു അച്ഛൻ്റെ കൂടെ അമ്മേനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയി. അപ്പോൾ അതാണ് ഓന് പിന്നെ ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞ് ഓൻ വരുമ്പോഴത്തേന് പിന്നെ ഓന് ചായ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അതാണ്. പിന്നെ ദോശയും ചിക്കൻ കറിയും ഒരു പ്രത്യേക ടേസ്റ്റാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് നമ്മളെ മലപ്പുറത്തുള്ള ആൾക്കാർക്കായിരിക്കും അധികം ഇങ്ങനത്തെ ദോശ ഉണ്ടാക്കുക. ഞാൻ മറ്റിടത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. ഇങ്ങനെ നമ്മളെ ഒഴിച്ചിട്ടുള്ള ദോശ, വെള്ളം കലക്കി ഒഴിച്ചിട്ടുള്ള ദോശ, അതൊന്ന് ട്രൈ ചെയ്തോണ്ട്. ചിക്കൻ കറി ഇത് അടിപൊളിയാണ് മക്കളെ, അടിപൊളിയാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് വർക്കിൻ്റെ കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്ന് അതിൻ്റെ ഇടയിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടെ. നമുക്ക് മെസ്സേജ് നമുക്കിന്ന് സൺഡേ ആണ്, ഓഫ് ആയിരുന്നു, പക്ഷെ എന്നാലും നമ്മൾ റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുക്കും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് റിപ്ലൈ കാര്യങ്ങളൊക്കെ കണ്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ കുറച്ച് സമാധാനത്തിലിരിക്കാമല്ലോ. വിളിക്കുന്ന ആൾക്കാർക്കൊന്ന് റിപ്ലൈ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും സുഖമായി, ഞങ്ങൾക്കും സുഖമായി. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണ് കേട്ടോ. പിന്നെ അങ്ങനെ അമ്മ ഓരോന്ന് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ അതിനോരോ വർത്തനം. അമ്മ അവിടെ ഇരുന്ന താഴത്തിരുന്നാട്ടോ അവൾ ചോദിക്കുന്നത്. അപ്പോൾ ഓളിങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ വോയിസ് അയക്കുന്നുണ്ട്. ഇനി വേഗം എന്തൊക്കെയാണ് ഏതാ ഡ്രസ്സ് ഇടുക എന്നുള്ള കൺഫ്യൂഷനിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലൊക്കെയാണ്. നമുക്കറിയാം ചെറിയ പരിപാടിയാണ്, നമ്മളെ റിലേറ്റീവിനെ മാത്രം വിളിച്ചിട്ടുള്ളൊരു എൻഗേജ്മെൻറ്റാണ്. നമ്മൾ റിലേറ്റീവ് തന്നെ കുറേ ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. അപ്പം അതന്നെ പോരെ, പുറത്തുനിന്നുള്ളൊരു ഇത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പം അങ്ങനത്തെ ഒരു പരിപാടിയാണ്, എന്നാലും വലിയൊരു ഗ്രാൻഡായിട്ട് പുറത്തേക്ക് അറിയിച്ചിട്ടുള്ള ഒരു പരിപാടിയല്ല, എന്നറ്റ ഗ്രാൻഡുമാണ്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ദോശയും ചിക്കൻ കറിയും. ചായ കുടിക്കില്ല കേട്ടോ ഞാൻ. ചായ എനിക്ക് കുറേ കാലങ്ങളായിട്ട് ഞാൻ നിർത്തി ഒഴിവാക്കിയ ഒരു സാധനമാണ് ചായ. പാല് കുടിക്കില്ല, ചായ കുടിക്കില്ല. പാല് ഞാൻ നിൻ്റെ ഡെലിവറി കഴിഞ്ഞ് പ്രസവിച്ച് കിടക്കുമ്പോൾ നമുക്ക് പാല് അങ്ങനത്തെ ഒരു സാധനമല്ലോ, അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട്. അല്ലാണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കുക അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ എനിക്ക്. പിന്നെ കോഫി ഞാൻ കുടിച്ചിട്ടല്ല, ഇതുവരെ ഞാൻ കുടിച്ചിട്ടില്ല. പിന്നെ പോലെ കോഫീനെ മുട്ടായി ഒന്നും എനിക്ക് പറ്റില്ല. പാൽച്ചായ തന്നെ ഞാൻ ഒഴിവാക്കിയാൽ കുറേ ആയിട്ട്, ചെറിയ കുട്ടിയാവാൻ പറ്റാൻ ഒഴിവാക്കിയതൊക്കെ. ഇതിനോടൊരു താല്പര്യമില്ല, പനി പിടിച്ചിട്ട് എന്തോ പെട്ടെന്ന് ഛർദ്ദിയൊക്കെ വന്ന് അങ്ങനെ നമ്മൾ അത് അതിനോടൊരു കുടിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവില്ല, അതൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വെള്ളമാണ് കേട്ടോ കുടിക്കുക. അതിന് പിന്നെ ഞാൻ ഒരു നേരം ചായ കൊടുക്കും, രാവിലെ മാത്രം ചായ കൊടുക്കും. രാവിലെ ഈ ചായക്കടീൻ്റെ കൂടെ ചായ കൊടുക്കും. അവൻ്റെതും ചായ കുടിക്കുന്നത് അത്ര നല്ലതൊന്നല്ല. അപ്പം അതുകൊണ്ട് പിന്നെ അത് ശീലമാക്കലില്ല, ഓനത് ശീലമാക്കി കൊടുക്കലില്ല. പിന്നെ ഓനധികം പാല് രാവിലെ ആ നേരത്തെ ഒരു ചായ കൊടുക്കുക, പാല് ഹോർലിക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ചായേൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ സാധാ വെള്ളം അതൊക്കെയാണ് അവൻ കുടിക്കുക കേട്ടോ. പിന്നെ അധികം വെള്ളം തന്നെയാണ്, ഞാനും വെള്ളമാണ് അവനും വെള്ളമാണ്. പിന്നെ ഏട്ടനും അങ്ങനെ ചായ വേണം എന്നുള്ള താല്പര്യമൊന്നുമില്ല. പിന്നെ ചായക്ക് വലിയ അവിടെ ആയാലും ചായ അങ്ങനെ വല്ലാണ്ട് ആരും കുടിക്കൂല. പിന്നെ കുടിക്കുന്ന അമ്മ, അച്ഛൻ, ഏട്ടൻ അങ്ങനെയൊക്കെ അധികം കുടിച്ചിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, അല്ലാണ്ട് അങ്ങനെ ആരും അവിടെ കുടിക്കലൊന്നുമില്ല. പിന്നെതാ ഇനി ആദുവിന് ചായ കൊടുക്കണം, മാറ്റണം. അമ്മ വന്നാൽ പിന്നെ മാറ്റൽ കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ അതങ്ങോട്ട് മുന്നോട്ടേക്ക് അങ്ങോട്ട് പോകും കേട്ടോ. നമ്മളെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ചായ കുടിക്കാനും മെല്ലെ കഴിക്കാനും മെല്ലെ ഇങ്ങനെ ഇതാക്കാനും ഒക്കെ നല്ല ഇഷ്ടമല്ലോ, ഇങ്ങനെ കാലൊക്കെ വെച്ച് ഇങ്ങനെ. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ കാലിച്ച് ഫുഡ് കഴിക്കാനായിട്ട് ഇഷ്ടം. അപ്പം അമ്മയൊക്കെ വന്ന് ഞാനിതാ മാറ്റി സുന്ദരിയായിട്ടുണ്ട്. ഞാൻ സ്ലീവ്ലെസ് ആണ് കേട്ടോ, അത് മീഷോന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ മറ്റേ ലിങ്ക് അയച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ അമ്മ മാറ്റിച്ച് അമ്മേനെ അവിടെ വീട്ടിലാക്കി കൊടുത്ത് വീട്ടിൽ നിന്ന് അപ്പാപ്പൻ്റെ വീട്ടിലാക്കി കൊടുത്ത്. പിന്നെ ഞങ്ങൾ ബാക്കിൽ, ഞാനും അമ്മു ആദു ഞങ്ങൾ ബാക്കിലിങ്ങനെ പോവുകയാണ് കേട്ടോ. അതാണ് എൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന വഴികളാണ് കേട്ടോ അതൊക്കെ. മെയിൻ റോഡ് അപ്പോൾ അടിപൊളിയാക്കിയിട്ടുണ്ട് റോഡൊക്കെ. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇതാ അച്ചമ്മ, എൻ്റെ മൂത്ത മേമയാണ് കേട്ടോ അത്, മൂത്ത പാപ്പൻ്റെ അച്ഛൻ്റെ തൊട്ട് താഴെയുള്ള പാപ്പൻ്റെ ഭാര്യയാണ് കേട്ടോ. അവർക്ക് 2 മക്കളുണ്ട്. ഒരാൾ ഗൾഫിലാണ്, എൻ്റെ അതേ തുണ തന്നെയാണ് കേട്ടോ. ഒരാൾ കുട്ടാപ്പു കുഞ്ഞുട്ടെ, ഒരാൾ പഠിക്കുകയാണ്. ഓരോന്നും ഇവിടെ ഇല്ല കേട്ടോ. പിന്നെ എന്താ അച്ചമ്മ, ഇത് എൻ്റെ സ്വന്തം അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയാണ് കേട്ടോ, അച്ചമ്മനെയാണ്. പിന്നെ അവരിങ്ങനെ ഓരോ കഥകളൊക്കെ പറയുകയാണ്, കുറേ ദിവസമായിട്ട് കാണുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ എല്ലാവരും വന്നുകൊണ്ടിരിക്കണുള്ളൂ. ഇതാണ് എൻ്റെ അച്ചമ്മ കേട്ടോ, ഇതവിടെ ഇരിക്കുന്നതിന് ക്ലിയർ ആവുന്നില്ല നമുക്ക്, പെട്ടെന്ന് ഫോണിലെടുത്ത് ബ്ലാക്കായി. അച്ചമ്മ അവിടെ ഉണ്ട്. എല്ലാവരും ഏകദേശം ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനോടെ കമ്പനിക്കാരൊക്കെ കിട്ടിയപ്പോൾ പിന്നെ അടിപൊളിയായി, എല്ലാവരും ഉണ്ട്.
അങ്ങോട്ട് എറിയണേ ഇങ്ങോട്ട് എറിയണേ, ഒരു ബോൾ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുക, അതൊക്കെയാണ് കേട്ടോ. അത് എടുത്തുകൊണ്ട് വരിക, പിന്നെ അതിട്ട് കളിക്കുക, അതൊക്കെ തന്നെ. ഞാനും അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ശരിയിരുന്ന ആരും വന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കണുള്ളൂ. ഞങ്ങളാണ് കേട്ടോ നേരത്തെ എത്തിയത്. അപ്പോൾ അവളെന്തൊക്കെയോ ഫോണിലൊക്കെ നോക്കി എന്തൊക്കെയോ ചിരിച്ച് വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ കസിൻസും കാര്യങ്ങളെല്ലാവരും വന്നിട്ടുണ്ട് കണ്ടോ. എല്ലാവരും വന്ന് പിന്നെ എല്ലാവരോടും കുറേ ബടായിയൊക്കെ പൊട്ടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ കാലത്തിന് ശേഷം കണ്ടതല്ലേ. അപ്പോൾ നമ്മൾ പാപ്പൻ്റെ മൂത്ത മോൻ ശ്രീകുട്ടൻ്റെ ആൾ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ മൂത്ത നാത്തൂൻ വന്നിട്ടുണ്ട്. പിന്നെ മറ്റേ രണ്ടാമത്തൊന്നും വരുന്നുണ്ട്. അപ്പം നമുക്കിതിൽ കാണാം. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ട് ഇങ്ങനെ അതും അങ്ങോട്ട് ഓടുക ഇങ്ങോട്ട് ഓടുക. അപ്പോൾ ഓൻ്റെ പിന്നാലെ അങ്ങനെ നടക്കലായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതാ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അവർ 11:30 വരും എന്ന് പറഞ്ഞിട്ട് 12:30 കേട്ടോ വന്നത്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ വിഷമവും ദാഹവും ഒക്കെ ഉണ്ടായിരുന്നു. അവരെ വെയിറ്റ് ചെയ്യണതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ആവണി എടുത്ത് വരുന്നതാണ് കേട്ടോ രണ്ടാമത്തെ ആൾ നാത്തൂൻ. അപ്പോൾ അവർ വരാൻ വേണ്ടി കുറച്ച് ലേറ്റായിപ്പോയി. അതാണ് അവളമ്മേനെ എനിക്ക് ഓൾറെഡി മുന്നേ അറിയാം. ഞാൻ വർക്ക് ചെയ്തെടുത്തുള്ള ചേച്ചിയേനി സിങ് ചേച്ചിക്ക് അറിയാം കേട്ടോ. അപ്പം അവളെ പേര് സനിക എന്നാണ്. ഫസ്റ്റത്തെ ആളെ പേര് ആദിത്യ എന്നാണ് കേട്ടോ. അത് അവളെടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്നതാണ് ശ്രീകുട്ടൻ കേട്ടോ. മോനിട്ടനെ ഇവിടെ എവിടെയെങ്കിലും കാണും, മോനിട്ടനെ കണ്ടാൽ ഞാൻ കാണിച്ചു തരാം. അവൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് ആദിത്യ കേട്ടോ. അപ്പം ഇവർ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ട്. എൻ്റെ അമ്മ അവിടെ ഉണ്ട്. എല്ലാവരും അവരെ സ്വീകരിക്കണ്ടേ, അവർ നമ്മളെ വീട്ടിലേക്ക് വന്നതല്ല. അപ്പോൾ അവരെ സ്വീകരിക്കലും കാര്യങ്ങളൊക്കെയാണ്. ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പറയലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിട്ട്. ഫുഡ് കഴിച്ച് എന്നാൽ പിന്നെ ആ കഴിക്കലൊക്കെ കഴിഞ്ഞ് വീടൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നതാണല്ലോ. ഞാൻ പിന്നെ അവളായിട്ട് വർത്താനം, നമുക്കൊരു പരിചയക്കേടാണല്ലോ. ഞാൻ മുന്നേ ഇൻസ്റ്റഗ്രാമിലൊക്കെ കോണ്ടാക്റ്റ് ഉണ്ട്, റിക്വസ്റ്റൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോണ്ടാക്റ്റ് പിന്നെ അങ്ങനെ ഓരോ വിശേഷമൊക്കെ പറയണേ. ഇതാണ് എൻ്റെ അച്ചമ്മ ഓരോ ബൈറ്റുകൾ ഇങ്ങനെ പറയണം അങ്ങോട്ട് ഇങ്ങോട്ട്. എല്ലാവർക്കും വിശന്നതായി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ച്, നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ടല്ലോ അതൊക്കെ കുടിച്ച് സെറ്റായിരിക്കുകയാണ്. അപ്പോൾ വിശപ്പിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് അവർ പോയി കേട്ടോ. അവർ പോയി. ഞങ്ങൾ പിന്നെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഏട്ടൻ കൂട്ടാൻ വന്ന് അങ്ങനെ അമ്മൂനോട് ബായ് പറഞ്ഞ് ഞങ്ങൾ പോയി. അതൊക്കെ കഴിഞ്ഞതാ പിറ്റേത്തെ സൺഡേ വരുന്നത് 2-ാം തീയതിയാണ്. 2-ാം തീയതി ഞങ്ങളിതാ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ LKG മുതൽ LKG UKG 10th വരെ പഠിച്ച ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. ലവ് മാരേജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവളെ കല്യാണത്തിന് വേണ്ടി എൻ്റെ ഫാമിലി അവിടെ നിന്ന് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ ഫാമിലി ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ നിന്നും കല്യാണം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എല്ലാവരും വന്നിരുന്ന് ഞാനും ആദും ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഞങ്ങൾ അങ്ങനെ പോകുന്നു. ഏട്ടൻ പിന്നെ വന്നിട്ടില്ലായിരുന്നു, ഏട്ടന് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കല്യാണം നടന്നുകൊണ്ടിരിക്കുക. ആൾ ഗൾഫിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഓരോ റിലേറ്റീവും എല്ലാവരും കൂടെയൊക്കെ നിന്ന് എന്തൊക്കെയോ നമ്പൂതിരി എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ 10ാം ക്ലാസ്സിലത്തെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ കുറേ കാലത്തിന് ശേഷം കണ്ടതും ഫോട്ടോ എടുക്കലും വർത്താനം പറയലും പണ്ടത്തെ ഓരോ തമാശകൾ പറയലും അതൊക്കെ ഒരു രസം, അതൊക്കെ ഒരു കാലം. ഇപ്പോഴും നന്നായിട്ടില്ല എന്ന് പറയലും അതൊക്കെ ഒരു രസമാണല്ലോ. അങ്ങനെ കാണുന്നതും കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ കാണുന്നതും ഒരു പ്രത്യേക ഒരു രസമാണല്ലോ. എന്താ ചെയ്യുക. അങ്ങനെ അവരെ കല്യാണവും അങ്ങനെ നടന്നു. വളരെ സന്തോഷം. എന്തായാലും സെറ്റാവട്ടെ, ജീവിക്കട്ടെ, നല്ലപോലെ ജീവിക്കട്ടെ. അവർ കുറേ ആശിച്ച് ഉള്ളൊരു കല്യാണമാണല്ലോ. ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 2 വർഷം എന്തോ ആനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദൂനായിട്ടുള്ളതായിരുന്നു എനിക്ക്. ആദൂന് പറഞ്ഞാൽ ഇവിടെ മറ്റേ വെജായിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടായിരുന്നത്. ഇവന് തീരെ വെജൊന്നും പറ്റൂല, ബിരിയാണി വേണം എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചില്ല. മുന്നേ ബിരിയാണി കഴിക്കാൻ പോകാമെന്നിട്ടുള്ള. അപ്പോൾ ഇവനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വീട്ടിലാക്കിയാലോ എന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാവരും ഉണ്ടായതുകൊണ്ട് എല്ലാവരും കൂടി അങ്ങനെ മിങ്കിളായി അങ്ങനെ നടന്നോളും. അപ്പം പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാലും നമ്മൾ ബസ് കയറുമ്പം ഒക്കെയാണ് ബുദ്ധിമുട്ട്. അങ്ങനെ ഫൈനലി അവരെ കല്യാണം കഴിഞ്ഞ് സുഹൃത്തുക്കളെ കണ്ടോ താലി കെട്ടി. അങ്ങനെ അവരെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. ശ്രീമോളൊക്കെ ഉണ്ട്. ശ്രീമോളെ കസിനാണ്. ശ്രീമോള് ഓരൊക്കെ ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ടീയത എൻ്റെ അടുത്തുണ്ട്. ടീയത അവിടെ അമ്മയും എല്ലാവരും വന്നിട്ടുണ്ട്.
അമ്മ ഷാരു, ഇവിടെ അടുത്തുള്ള പത്മജയെടുത്തി, വസന്തേച്ചി, എല്ലാവരും നമ്മളടുത്തുള്ള എല്ലാ ചേച്ചിമാരും വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഒരുമിച്ച് വന്നതായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ വേറെ വേഗം ഒരു മുന്നിൽ പോയി. ഞങ്ങൾ പിന്നെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങൾ ഫുഡിന് വെയിറ്റ് ചെയ്യും. ഞാനെനിക്ക് അതുണ്ടായിട്ട് ഒരാൾ വേഗം ഫുഡ് കഴിച്ച് നീച്ചെന്ന്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇവരിങ്ങനെ വട്ടാക്കുകയാണ് കേട്ടോ. ഞാൻ ഓരോന്നിങ്ങനെ പറഞ്ഞിട്ട് എന്താ ചെയ്യുക. അങ്ങനെ നമ്മൾ ഫൈനലി ഫുഡിൻ്റെ അടുത്ത് ഇരുന്നു. സദ്യകൾ കാര്യങ്ങളൊക്കെ വിളമ്പി. അപ്പോൾ ശരി ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ബായ്. നമ്മൾ വിട പറയുകയാണ്. ഓക്കെ ബൈ ബൈ.